അമ്മേ, അമ്മേ, പ്രദീപേ. ഞാൻ വളരെ ടയേർഡാ. എന്താ നടന്നെന്ന് പെട്ടെന്ന് പറ. എന്റേതാ. അവൻ ചത്തെന്ന് വിചാരിക്കുന്നടാ. കലാമാ, കലാമാ, ദാ ഇങ്ങോട്ടൊന്ന് വന്നേ. എന്തു പറ്റിയടാ? എന്താ പ്രശ്നം? എന്തു പറ്റി? പെട്ടെന്ന് വാടാ, പെട്ടെന്ന് വാ. ഒന്ന് നോക്കിയടാ, എങ്ങോട്ട് വന്നേടാ. നിന്റെ പേരെന്താ? പ്രദീപ്. ആ കാർ ആരുടെയാ? എന്റേതാ. അതിന്റെ ഓണർ ആരാ? ഉസുമ ചേച്ചി. അയാളുടെ കട എവിടെയാ? അവരുടെ കട അടുത്ത് തന്നെയാ. അവര് നല്ല കാശുള്ളവരെ അറിയാമോ? ഒരു പ്രാവശ്യം നിങ്ങളൊന്ന് വന്ന് നോക്ക്. ഞാൻ തന്നെ നിങ്ങളെ കൗൺസിലറുടെ അടുത്ത് കൂട്ടിക്കൊണ്ടുവന്ന പ്ലാൻ ചെയ്തിരുന്നേ. പക്ഷേ നിങ്ങളുടെ കൗൺസിലർ വേഗം തന്നെ ജയിക്കുന്നാണല്ലോ തോന്നുന്നേ. ജയിക്കുന്നതൊക്കെ വളരെ നിസ്സാര കാര്യമാ. തോക്കുന്നതാണ് ബുദ്ധിമുട്ടുള്ള കാര്യം. ഏയ്, നിങ്ങളോടാ. ഏയ്, ജീവനുണ്ടല്ലോ, ഓടിക്കോ. കലാമാ, കലാമാ, അവന് ജീവനുണ്ട്, ഇപ്പോഴും ചത്തിട്ടില്ല. ഹലോ ചേട്ടാ, നിങ്ങൾക്കുറങ്ങാൻ ഈ സ്ഥലം മാത്രമേ കിട്ടിയുള്ളൂ, വേറെ ഒന്നും കിട്ടിയില്ലേ? റൂപാലി ബായ്, അസ്സലാം അലൈക്കും. അമ്മേ, വിപ്ലവം അത് ഇതെന്നൊക്കെ പറഞ്ഞോണ്ട് എന്നെ രാഷ്ട്രീയത്തിൽ ഇറക്കണമെന്ന് പറഞ്ഞോണ്ട് ഒരാൾ വന്നില്ലേ? അയാൾ ഇതാണമ്മേ. അത് ഇവനാണോ? റൂപാലി ബായ്, കുറച്ച് ദിവസം മുൻപ് എനിക്ക് എന്റെ അച്ഛനെ നഷ്ടപ്പെട്ടു. അവരുടെ കട അറിയാമോ? ഞാൻ പറയുന്നത് കള്ളമല്ല, സത്യമാ പറയുന്നത്. ഈ കിടക്കുന്ന കാറില്ലേ, അതെന്റെ അച്ഛന്റെ സ്വന്തമാ. ഇതിൽ ഞാൻ ഒരുപാട് സമയം ചെലവഴിച്ചിട്ടുണ്ട്. അപ്പോഴൊക്കെ ഞാൻ വളരെ ഹാപ്പി ആയിരുന്നു. എനിക്ക് ഒരുപാട് നാളുകൾക്ക് ശേഷം ഞാൻ ഈ കാർ കണ്ടപ്പോൾ ഞാൻ ശരിക്കും ഹാപ്പിയായി. അതെന്താണെന്നറിയോ? ഇതുണ്ടോ, ഇത് ഞാൻ ഈ കാർ ഓടിച്ചിട്ടുണ്ട്. എന്റെ അച്ഛന്റെ കാർ ആയിരുന്നില്ല, പക്ഷെ ഇതെന്റെ അച്ഛന്റെ കാറായിരുന്നു. എന്റെ അച്ഛനും മരിച്ചു. ഒരുപാട് നാളുകൾ കഴിഞ്ഞ് ഞാൻ ഈ കാറ് കണ്ടപ്പോ
എനിക്ക് എന്റെ അച്ഛനെ കണ്ട ഒരു ഫീലാ. ഏയ്, നീ ഇവിടെ എന്താ ചെയ്യുന്നത്? ആരാ നിന്റെ അച്ഛൻ? നീ എന്തിനാ ഇവിടേക്ക് വന്നത്? പറ. നിനക്കറിയില്ലേ, ഇന്നലെ രാത്രി നീ വീട്ടിലേക്ക് വന്നുകൊണ്ടിരുന്നപ്പോ നീ സംസാരിച്ചതൊക്കെ ഞാൻ കേട്ടു. ഒരുപക്ഷെ പോലീസ് എങ്ങനെ നിന്നെ അറ്റാക്ക് ചെയ്താൽ ഞാനപ്പോൾ ചത്തുപോകുന്ന പോലെ എനിക്ക് തോന്നിയിരുന്നു. അതുകൊണ്ടാ ഞാൻ നിന്നെ ഫോളോ ചെയ്തത്. നീ ഇവിടെ വീട്ടിലെത്തിയപ്പോൾ ഞാനും ഉറങ്ങാൻ വേണ്ടി പോയതാ. അപ്പോഴാണ് എനിക്കൊരു കാര്യം ഓർമ്മ വന്നത്. ഞാൻ എന്തൊക്കെയാണ് ഈ കണ്ടത്? എല്ലാം ഒന്ന് കണക്ട് ചെയ്ത് നോക്കിയപ്പോൾ എൻ്റെ അച്ഛൻ എന്നെ മാടി വിളിക്കുന്ന പോലെയാ തോന്നിയത്. അച്ഛനും എൻ്റെ കൂടെ വന്നു. അതിനുശേഷം ഞാൻ എൻ്റെ അച്ഛൻ്റെ അടുത്ത് പോയിരുന്നു. സംസാരിക്കാൻ തുടങ്ങി. രാത്രി മുഴുവനും ഞങ്ങൾ ഓരോ കാര്യങ്ങളും സംസാരിച്ചുകൊണ്ടിരുന്നു. അത് ശരിക്കും അടിപൊളിയായിരുന്നു. സംസാരിച്ചുകൊണ്ടിരുന്നപ്പോ എൻ്റെ അച്ഛൻ എപ്പോഴാ മരിച്ചതെന്ന് എനിക്ക് മനസ്സിലായില്ല. എന്റെ അച്ഛൻ ഇവിടെ ആയിരുന്നു കാറ് പാർക്ക് ചെയ്യുന്നത്. അതൊരു പഴയ വണ്ടിയായിരുന്നു. ആ കാറിന്റെ അടുത്ത് കുറെ നേരം ഇരിക്കുമായിരുന്നു. നീ പറയുന്ന കേൾക്കുമ്പോൾ എനിക്ക് അതൊക്കെ ഓർമ്മ വരുന്നു. ഞാനും ഇവിടെ ഒരുപാട് സമയം ഇരുന്നിരുന്നു. ഈ കാറിൽ എൻ്റെ അച്ഛൻ്റെ ലെഗസി ഉണ്ട്, സ്നേഹമുണ്ട്, അച്ഛൻ്റെ ഓർമ്മകളുമുണ്ട്. എൻ്റെ അച്ഛനാണ് എനിക്കെല്ലാം. എല്ലാത്തിലുപരി ഇത് എൻ്റെ വീടാ. ഗുലാബോ? എന്റെ ഗുലാബാണോ ഇത്? എന്നെ ഓർമ്മയില്ലേ? നിന്റെ അച്ഛനും അമ്മയും ഞാനും രൂപാലിയുടെ അച്ഛനും ഞങ്ങൾ ആരും ഇതുവരെ കല്യാണം കഴിച്ചിട്ടില്ല. ഞങ്ങൾ ഓരോരുത്തരായിട്ട് ഇങ്ങനെ കളിയാക്കുമായിരുന്നു. പക്ഷെ പെട്ടെന്നൊരു ദിവസം എല്ലാം തല കീഴായി മറിഞ്ഞു. എന്താ അമ്മ നിർത്തിക്കളഞ്ഞേ? എത്ര നാളായി നമ്മൾ ഗുലാബിനെ തേടിക്കൊണ്ടിരിക്കുക. ദേ ഇപ്പൊ ഗുലാബ് വന്നില്ലേ? രൂപാലിക്ക് ഗുലാബിനെ കല്യാണം കഴിക്കാൻ ഇഷ്ടാണോ? അതെ പ്രദീപ്, നീ അവനെ കൂട്ടിട്ട് മേളിലേക്ക് പോ. നീ അവന്റെ കൂടെ ചെല്ലു മോനെ. ദേഹം എല്ലാം നനഞ്ഞിരിക്കുക. നീ എല്ലാം മാറ്റിയിട്ട് വച്ചല്ലേ. വാ പോവാം. ആ വാന്നേ. എടോ, ഞാൻ ഉറങ്ങിയിട്ട് ഒരു ദിവസമായി. എന്നെ ഒന്ന് വെറുതെ വിടുന്നുണ്ടോ പ്ലീസ്? ആരാത്? അവൾ എവിടെയാ ഉള്ളത് പറ. എന്തിനാ തിരക്കുന്നേ? അവള് ഭയങ്കര ധൈര്യശാലി. അതാ കൂട്ടിക്കൊണ്ട് പോകാൻ വേണ്ടി ഞങ്ങൾ വന്നത്. ബഹളം വെക്കരുത്, പറഞ്ഞേക്കാം. നീ ബഹളം വെക്കാതെ പറയാൻ. നിന്നെ ഞങ്ങൾ അന്വേഷിച്ചു. ഒന്നും മിണ്ടാതെ ഞങ്ങൾ വന്നേക്കണം, പറഞ്ഞേക്കാം. എന്റെ മോളെ. അയ്യോ എന്റെ അമ്മ വിടാനാ പറഞ്ഞത്. മിണ്ടരുത്. മര്യാദക്ക് അങ്ങോട്ട് ഇറങ്ങണി. നിന്നെ ഉണ്ടല്ലോ നിന്നെ ഞാൻ വിടില്ല. എന്താണ് നിന്റെ പ്രശ്നം? നീ എന്തിനാ ഈ തോക്കും വെച്ച് ഈ പെണ്ണിനെ പേടിപ്പിക്കുന്നത്? അതാണെങ്കിൽ ഞാൻ കാണുകയും ചെയ്തു. ഇനിയിപ്പോ എൻ്റെ ഉള്ളിലുള്ള മൃഗം നിങ്ങളെ എല്ലാം കടിച്ച് കീറും. ചെന്നവന്റെ തലേനെടുത്ത് തട്ടുകേട്ട്. തലയിൽ തട്ടി പറഞ്ഞുവിടാൻ ഞാനത് സ്കൂളിൽ പഠിക്കുന്ന പയ്യനാണോ? എൻ്റെ തലയിൽ തട്ടണമെങ്കിൽ നിനക്ക് കൈയുണ്ടാവണം.
ലോക്കൽ. ഈ ഏരിയയിൽ പുതുതായി വന്ന